കോആക്സിയൽ സ്പീക്കേഴ്സ് ആണോ അല്ലെങ്കിൽ ഇതുപോലുള്ള നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് അസംബിൾ ചെയ്തെടുക്കുന്ന ഇങ്ങനത്തെ കോമ്പണൻറ്റ് സ്പീക്കേഴ്സ് ആണോ ഏറ്റവും നല്ല ക്വാളിറ്റി കിട്ടുക? അതായത് മെയിൻലി കാറ്, വണ്ടികൾ, അതിലേക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കോആക്സിയൽ സ്പീക്കേഴ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവർക്ക് ഒരുപാട് പേർക്ക് ഇതിൽ ഏതാണ് ഇപ്പോൾ നല്ല ക്വാളിറ്റി കിട്ടുക എന്നുള്ള സംശയം. ആ സംശയം നമുക്ക് ചെറിയ തോതിൽ ഒന്ന് കമ്പയർ ചെയ്യാം. എന്താണ് ഇത് തമ്മിലുള്ള ആ ഒരു കമ്പാരിസൺ, എന്ത് വ്യത്യസ്തതകളാണ് ഒരു കോമ്പണൻറ്റ് സ്പീക്കേഴ്സ് നമ്മളിങ്ങനെ 2-way ആയിട്ടോ 3-way ആയിട്ടോ ചെയ്യുമ്പോഴോ അതുമായിട്ട് നമ്മളെ ഈ കോആക്സിയൽ സ്പീക്കറിന് എത്ര വ്യത്യാസമുള്ളത്. അപ്പം ബെസ്റ്റ് ഓഡിയോ ക്വാളിറ്റിയും അതേപോലെ തന്നെ പ്രൈസും നോക്കുകയാണെങ്കിൽ ഏതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ളത് ഞാൻ ലാസ്റ്റിലേക്ക് പറയാം. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് കോമ്പണൻറ്റ് സ്പീക്കേഴ്സിനെ പറ്റി ആദ്യം പറയുകയാണെങ്കിൽ ഇതൊരു ട്വീറ്ററും ഇതൊരു മിഡ് ബേസ് സ്പീക്കറുമാണ്. ഇത് തന്നെ നമുക്ക് മിഡ് റേഞ്ച് ആക്കി മാറ്റുകയും ചെയ്യാം. ഇത് ഡോഗി സൗണ്ടിൻ്റെ മിഡ് റേഞ്ച് ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഉപയോഗിച്ചിട്ട് നമുക്കൊരു 2-way ചെയ്യാം. ഇനിയൊരു ബേസ് ഡ്രൈവർ കൂടെ ഉപയോഗിച്ച് ഇത് 3-way സ്പീക്കറാക്കി മാറ്റാം. അതിലേക്ക് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഹൈ ക്വാളിറ്റി ഉള്ള ഒരു ക്രോസ് ഓവർ വേണം. ഇതൊരു നമ്മുടെ ഓർഡിനറി ക്രോസ് ഓവറാണ്, പക്ഷേ 3-way അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നമുക്ക് കാര്യങ്ങളൊക്കെ അസംബിൾ ചെയ്യാൻ പറ്റുന്നത് ഈ ടൈപ്പ് ക്രോസ് ഓവർ ഉപയോഗിച്ചാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ അതുകൂടാതെ ആ ക്രോസ് ഓവർ നമ്മൾ മാറ്റം വരുത്തും. നമുക്ക് വേണ്ട സ്പീക്കർ ഫ്രീക്വൻസി അനുസരിച്ചിട്ട് നമ്മൾ മാറ്റം വരുത്തിയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നല്ല സൂപ്പർ ക്ലാരിറ്റി നമുക്ക് 3-way സ്പീക്കേഴ്സും 2-way സ്പീക്കേഴ്സ് ആയിട്ടും കിട്ടും. കോമ്പണൻറ്റ് സ്പീക്കേഴ്സ് കോആക്സിയൽ ആകുമ്പോൾ ഉള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഈ തരത്തിലായിരിക്കില്ല. അത് ഓർഡിനറി കോആക്സിയൽ നമ്മളെ മാർക്കറ്റ് കിട്ടുന്ന വില കുറവിലും ബഡ്ജറ്റ് ടൈപ്പും കോആക്സിയൽ സ്പീക്കേഴ്സ് ആണെങ്കിൽ അതിലുള്ള ക്രോസ് ഓവർ ലെവൽ അത്ര പെർഫെക്റ്റ് ആയിരിക്കില്ല. ഇപ്പോൾ 2-way ആണെങ്കിൽ 2 ഡ്രൈവേഴ്സ് ഉണ്ടാവും. അത് രണ്ടും അത്രയും ക്വാളിറ്റി ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ നമുക്ക് കോമ്പണൻറ്റ് സ്പീക്കേഴ്സായിട്ട് നമ്മളെ മാർക്കറ്റിലെ ഓർഡിനറി സ്പീക്കേഴ്സ് വെച്ച് അസംബിൾ ചെയ്യുമ്പോഴും നമുക്കത് ട്യൂൺ ചെയ്ത് ബെസ്റ്റാക്കി എടുക്കാം. അതാണ് ആദ്യത്തെ ഒരു പോയിന്റ് പറയാനുള്ളത്. ഇനിയിപ്പോൾ ഇൻസ്റ്റാളേഷൻ, അതിപ്പോൾ കാറിലോ മറ്റേത് വണ്ടിയായാലും ശരി. ഇപ്പോൾ കുറേ പേര് ഹോം തിയേറ്ററിന് വേണ്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ നമ്മളെ സ്പീക്കേഴ്സായിട്ട് ഇപ്പോൾ സറൗണ്ട് സ്പീക്കേഴ്സിനൊക്കെ എടുക്കുന്നുണ്ട്. ഏതിലായാലും അത് കോആക്സിൽ വെക്കുമ്പോൾ ഒരു എളുപ്പം എന്താണെന്ന് വെച്ചാൽ അത് ജസ്റ്റ് കട്ട് ചെയ്ത് അവിടെ വെച്ചാൽ മതി. ഒന്നും നോക്കാറില്ല. നമുക്ക് അതിനകത്ത് വേറെ ഒരു വർക്കുമില്ല. ഡയറക്റ്റ് ആ വയറ് നമ്മൾ ആ ടെർമിനലിൽ കണക്ട് ചെയ്താൽ ബാക്കി കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവും. ഒന്നും ചെയ്യാനില്ല. നമ്മൾ ഓർഡിനറി സ്പീക്കേഴ്സ് കോആക്സിയൽ സ്പീക്കേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് നിർബന്ധമാണെങ്കിൽ ഒരു ആവറേജ് പാരാമീറ്റർ കണ്ടെത്തിയിട്ട് അതിന് വേണ്ടിയിട്ടൊരു ബോക്സ് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം ഒരു ബേസ് ലെവലൊക്കെ കിട്ടും അത്യാവശ്യം. അതേസമയം നമ്മൾ ഈ ടൈപ്പ് സ്പീക്കേഴ്സ് വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരു വണ്ടിയിലേക്കോ ഹോം തിയേറ്ററിനോ അസംബിൾ ചെയ്യുകയാണെങ്കിൽ നമുക്കത് നല്ല വർക്ക് കൂടുതലാണ്. ഇത് രണ്ടും കൂടെ ഇപ്പോൾ ഒരു 2-way ആയിട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇത് രണ്ടും കൂടെ വെക്കുമ്പോഴുള്ള അലൈൻമെൻറ്റ്, ഇതിന് വേണ്ടിയിട്ടുള്ള ക്രോസ് ഓവർ, ഈ ഓഫറിന് വേണ്ടിയിട്ടുള്ള പാരാമീറ്റർ അനുസരിച്ചിട്ടുള്ള ബോക്സ്, ഇതെല്ലാം ഒത്തു വന്നാൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സൗണ്ട് ഇതിന്ന് കിട്ടുള്ളൂ. അതാണ് സത്യം. കോആക്സിയൽ സ്പീക്കർ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ബുദ്ധിമുട്ടാണ്. കോആക്സിയൽ സ്പീക്കർ ഏത് തരം ഡയമീറ്റർ ആണോ അവിടെ ഇപ്പോൾ കട്ട് ചെയ്തിട്ടുള്ളത് അതിലേക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു കോആക്സിയൽ സ്പീക്കർ 2-way 3-way ഏതായാലും അതെടുത്ത് ഡയറക്റ്റ് ആണ് സ്ക്രൂ ചെയ്യാം. ഒരു പണിയില്ല. ഇതങ്ങനെയല്ല, അത് കറക്റ്റായിരിക്കണം. അതേപോലെ തന്നെ ഡിസ്റ്റൻസുകൾ, അതുപോലെ തന്നെ ബോക്സിൻ്റെ ഫ്രണ്ടിലെ ബാഫിളുടെ സൈസ്, ഡെപ്ത്, കാര്യങ്ങൾ എല്ലാം എയർ റോൾഡ് ആണെങ്കിൽ അത് എല്ലാം കറക്റ്റായിരിക്കണം. സീൽഡ് ആണെങ്കിൽ ഓക്കെ, അതല്ലെങ്കിൽ നല്ല പ്രശ്നമാണ്. ഇൻസ്റ്റാളേഷൻ കുറച്ച് അധ്വാനം കൂടെ കൂടിയതാണ്. അപ്പോൾ ഹൈ ക്വാളിറ്റിയും അതേപോലെ തന്നെ പ്രൈസും ഒരു വിധം കിട്ടണം എന്ന് തോന്നുന്നു. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമ്പണൻറ്റ് സ്പീക്കേഴ്സ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ക്രോസ് ഓവർ ഇട്ട് ചെയ്യാം. അപ്പം നമ്മളിപ്പോൾ ഒരു കോആക്സിയൽ കാർ ഓഡിയോ സ്പീക്കർ വാങ്ങുകയാണെങ്കിൽ ക്വാളിറ്റി അത്യാവശ്യം കിട്ടാൻ വേണം. അത് മാത്രമല്ല നമുക്ക് പ്രൈസും അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ JBL ഒരു കോആക്സിയൽ സ്പീക്കറുണ്ട്. നമ്മൾ മുമ്പ് വീഡിയോയിൽ പരിചയപ്പെടുത്തിയിരുന്ന മോഡലാണ് JBL കോആക്സിയൽ 300 വാട്ട്സ് മാക്സിമം A302HI. ഇത് ഒരു ആവറേജ് സ്പീക്കറാണ്. 2-way കോആക്സിയൽ ഒരു ആവറേജ് ടൈപ്പ് സ്പീക്കറാണ്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. പക്ഷേ ഇതല്ല അതിൻ്റെ യഥാർത്ഥ ക്വാളിറ്റി നമുക്ക് കിട്ടാനുള്ളത് യഥാർത്ഥ ക്വാളിറ്റി സ്പീക്കേഴ്സ് ഉപയോഗിച്ചാൽ. ഇതൊന്നും വലിയ കുഴപ്പമില്ലാതെ കിട്ടും. പക്ഷേ അതേസമയം JBL GT0629 ഒരു മോഡലുണ്ട്. ആ മോഡൽ ആണ് നിങ്ങൾ കോആക്സിയൽ എടുക്കുന്നെങ്കിൽ നല്ല ഒരു ക്വാളിറ്റി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇതിനെക്കാട്ട് കുറച്ചുകൂടെ പ്രൈസും കൂടെ കൂടും. പ്രൈസ് കൂടുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ആവറേജ് റേഞ്ച് ഞാൻ പറയാം, ഒരു 3000 to 7000 ഇടയിൽ നമുക്കൊരു പ്രൈസ് റേഞ്ചിൽ 2 കോആക്സിയൽ സ്പീക്കർ ഇപ്പോൾ നമ്മൾ പറഞ്ഞ JBL സീരീസിലെടുക്കാം. കമ്പണൻറ്റ് ടൈപ്പ് സ്പീക്കേഴ്സ് അല്ല. അതിൻ്റെ ഒരു ഈ 6x9 അങ്ങനെ സൈസ് അനുസരിച്ചിട്ട് അത് 3000 സംതിങ്ങിലേക്കും പോവാം. അങ്ങനെ 2 വേരിയേഷനിലാണ്, അതിൻ്റെ ഇടയിലാണ് ഈ പ്രൈസ് കിടക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള പ്രൈസ്, നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന ബഡ്ജറ്റ് ഏകദേശം ഒരു 7000 താഴോട്ടാണെങ്കിൽ
നിങ്ങൾക്ക് ഏതെങ്കിലും തരം കോഎക്സൽ സ്പീക്കേഴ്സ് നോക്കാം. അതേസമയം 7000-ൻ്റെ മുകളിലേക്ക് നല്ല പ്രൈസ് റേഞ്ച് നിങ്ങൾക്കൊരു പ്രശ്നമല്ലെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് സൗണ്ട് ക്വാളിറ്റി ഈ തരത്തിൽ കമ്പണൻറ്റ് സ്പീക്കേഴ്സ് ആ ഒരു പ്രൈസ് റേഞ്ച് നോക്കാതെ ക്വാളിറ്റി നോക്കി എടുക്കുകയാണെങ്കിൽ കമ്പണൻറ്റ് സ്പീക്കേഴ്സാണ് നല്ലത്. ഇനിയിപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ എന്താണ് ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ പറയാന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഇതുപോലെ ചോദിച്ചുകൊണ്ടിരിക്കുക എത്രയാണ് നിങ്ങൾ കാണുന്ന ഒരു പ്രൈസ് റേഞ്ച്, എത്രത്തോളം നിങ്ങൾക്ക് ചിലവാക്കാൻ പറ്റും. ആ ചിലവാക്കാൻ പറ്റുന്നതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു ഈ പറഞ്ഞ പോലെ ഞാൻ ഇപ്പോൾ 7000 ഞാൻ കണക്കൂട്ടാറില്ല. ഞാൻ നോർമലി ഇതിപ്പോൾ ഒരു തരം അനലൈസ് ചെയ്ത കണക്കാണ് 7000 15000 എന്നൊക്കെ പറയുന്നത്. അതല്ലാതെ ജസ്റ്റ് ഒരു കാൽക്കുലേഷൻ പറയുകയാണെങ്കിൽ ഒരു അതേപോലെ തന്നെ ഒരു 10,000-ന് താഴെ 4 ചാനൽ സ്പീക്കേഴ്സ് വേണം എന്നുണ്ടെങ്കിൽ 4 ഇപ്പോൾ ഒരു വണ്ടിയിൽ ഒരു കാറിലേക്കാണെങ്കിൽ ഒരു 4 സ്പീക്കേഴ്സ് മിനിമം വേണം, സബ് ഊഫർ കൂടാതെ. അപ്പോൾ ആ 4 സ്പീക്കേഴ്സ് 10,000-ന് താഴെയാണ് പിടിക്കുന്നതെങ്കിൽ നല്ല ടൈപ്പ് ഒരു കോഎക്സൽ സെലക്ട് ചെയ്യുക. അതാണ് എൻ്റെ അഭിപ്രായം. ആ നല്ല ക്വാളിറ്റി ആ 10,000 റേഞ്ചിൽ തരും. 10,000-ന് മേലോട്ട് ഒരു 20 to സംതിങ് അങ്ങോട്ട് കയറി പിടിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ കോഎക്സൽ വാങ്ങുകയും ചെയ്യരുത്. നിങ്ങൾ കമ്പണൻറ്റ് സ്പീക്കേഴ്സ് വെച്ചിട്ട് വർക്ക് ചെയ്യുക, അതാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ ടാസ്ക് അതിലേക്ക് ചെയ്യേണ്ടി വരുമോ അതൊക്കെ ചെയ്യാം. കമ്പണൻറ്റ് സ്പീക്കേഴ്സ് ഇപ്പോൾ ഈ ടൈപ്പും കോഎക്സൽ സ്പീക്കേഴ്സും തമ്മിലുള്ള ആ ഒരു പല വ്യത്യാസങ്ങളുണ്ട്. റിങ്ങട്ട് ആഡ് ചെയ്യുക, അങ്ങനത്തെ പലതും നമ്മളവിടെ വർക്ക് ചെയ്യേണ്ടി വരും. എന്നാലേ കമ്പണൻറ്റ് സ്പീക്കേഴ്സ് നമുക്ക് ആ വണ്ടിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുള്ളൂ. കോഎക്സൽ സ്പീക്കേഴ്സ് മുമ്പ് ആദ്യം പറഞ്ഞ പോലെ ജസ്റ്റ് സ്ക്രൂ ചെയ്താൽ വർക്ക് ചെയ്യും. ആ രണ്ടും തമ്മിലുള്ള വലിയൊരു വ്യത്യാസമുണ്ട്. പിന്നെ പ്രൈസ് നിങ്ങൾക്ക് എത്രത്തോളം താങ്ങാൻ പറ്റുമോ അതിനനുസരിച്ചിട്ട് ഏത് സെലക്ട് ചെയ്യണമെന്ന് ഞാനിപ്പോൾ പറഞ്ഞു. ഇനി നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് ഏത് വേണം നിങ്ങളുടെ വണ്ടികളിലേക്ക്. നമ്മൾ ഈ കമ്പണൻറ്റ് സ്പീക്കേഴ്സ് വെച്ചിട്ട് JBL വെച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പണ്ട് ഹോം തിയേറ്ററിന് വേണ്ടിയിട്ട് 5 ചാനൽ. അതാണ് ഈ വീഡിയോ കണ്ടുനോക്കുക.